ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ് വിശ്വാസം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അതെ, യേശുക്രിസ്തു പ്രധാനമായി പുതിയ നിയമത്തിൽ പഠിപ്പിച്ച 2 ശുശ്രൂഷകളുണ്ട്. 1 വിശ്വാസ സ്നാനവും, 2 കർത്താവിൻ്റെ മേശയും. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് കർത്താവിൻ്റെ മേശയെക്കുറിച്ച് യേശു പഠിപ്പിച്ചു. എന്നാൽ സ്നാനം എന്നത് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതെ, സ്നാനമേൽക്കുവാൻ വിശ്വാസം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ അറിവില്ലായ്മയിലോ നമ്മളുടെ അറിവില്ലാതെയോ ഒരുവൻ സ്നാനമേറ്റ് കഴിഞ്ഞാൽ അത് ദൈവവചനപ്രകാരം അതിൻ്റെ പെർഫെക്ഷനിൽ എത്തുവാൻ കഴിയുന്നില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതെ, അപ്പോൾ സ്നാനത്തിന് മുൻപായി വിശ്വാസം ആവശ്യമുണ്ട്. ദൈവവചനത്തിൽ പല ഭാഗങ്ങൾ സ്നാനത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോകുന്നു. അതെ, സ്നാനം എന്നത് ഒരു മാതൃകയായി 1 പത്രോസ് 2:21 പറയുന്നു. 2 ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ നാം ക്രിസ്തുവിനോട് ചേരേണ്ടതിനായിട്ടാണ് നാം സ്നാനപ്പെടുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. 3 സ്നാനം ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുന്നതിന് വേണ്ടി ആണ്. 4 ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന അനുഭവത്തിലേക്ക് നാം ആത്മീക പക്വതയിൽ വളരുവാൻ കാരണമായി തീരുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. അതെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവം നമുക്ക് ആക്കി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നൽകി തന്നിരിക്കുന്ന കൽപ്പനകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അത് നാം സഭയോട് ചേരുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയോട് ചേരുന്നതിനു വേണ്ടിയോ അല്ല. സ്നാനം എന്നത് ക്രിസ്തുവിനോട് ചേരുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് സ്നാനം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അതനുഷ്ഠിക്കുവാൻ, അതിൽ വിശ്വസിക്കുവാൻ, ആ നീതിയിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കാരണം കർത്താവ് ഈ മാതൃക നമുക്ക് കാട്ടിത്തന്നു. അത് നമ്മുടെയും ജീവിതത്തിൽ അനുവർത്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.